ഇടുക്കിയിൽ ഇപ്പോഴും ശക്തമായപ്പോൾ തന്നെ മഴ തുടരുകയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നാശനഷ്ടങ്ങൾക്ക് ഇന്നും കുറവില്ല. 4 വീടുകൾക്കാണ് ഇന്ന് കേടുപാടുകൾ സംഭവിച്ചത്. മരം വീണും അതോടൊപ്പം തന്നെ മണ്ണിടിഞ്ഞുമാണ് വീടുകൾ തകർന്നിരിക്കുന്നത്. ഉടുമ്പൻചോല, കരുണാപുരം, നെടുങ്കണ്ടം അതോടൊപ്പം തന്നെ ഉപ്പുതറ മേഖലകളിലെ 4 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഉടുമ്പൻചോലയിൽ വീട് തകർന്ന കുടുംബത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്നൊരു മരണം ഈ മഴയുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതാണ്. മാങ്കുളത്തിന് സമീപമാണ് ഈ അപകടമുണ്ടായത്. പുഴയിൽ കാല് തെന്നി വീണ് ഒരു യുവാവ് മരണപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണകാരണം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ലഭിക്കൂ. പുഴയിൽ മരിച്ച നിലയിലാണ് സനീഷ് എന്ന 23-കാരനെ കണ്ടെത്തിയത്. പ്രധാനപ്പെട്ട ഡാമുകളായ ഇടുക്കി അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇടുക്കി ഡാമിൽ 2.9 അടി വെള്ളമാണ് 24 മണിക്കൂറിനുള്ളിൽ കൂടിയത്. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ 125.15 അടിയാണ്. മറ്റു ചെറു ഡാമുകൾ കല്ലാറുകുട്ടിയും പാമ്പ്ളയും അതോടൊപ്പം തന്നെ മലങ്കരയും ഉൾപ്പെടെയുള്ള ഡാമുകൾ തുറന്നു തന്നെ വെച്ചിരിക്കുകയാണ്. കല്ലാർ ഡാമും ഇരട്ടയാർ ഡാമും ഏത് സമയത്തും തുറക്കാൻ സാധ്യതയുണ്ട്. നിയന്ത്രണങ്ങൾ ഇടുക്കി ജില്ലയിൽ തുടരുകയാണ്. പ്രധാനമായ നിയന്ത്രണമുള്ളത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഗ്യാപ് റോഡിലാണ്. അതോടൊപ്പം തന്നെ നേര്യമംഗലം മുതൽ ഇരുമ്പുപാലം വരെയുള്ള ഭാഗത്തും നിയന്ത്രണമുണ്ട്. ഈ 2 മേഖലകളിലും ഗ്യാപ് റോഡിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഇരുമ്പുപാലം മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗത്ത് അത്യാവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി. പൊതുഗതാഗതം സാധാരണ രീതിയിൽ നടക്കുന്നുണ്ട്. മൂന്നാർ ഉൾപ്പെടുന്ന ദേവികുളം താലൂക്കിൽ 69 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ മഴയുടെ ശക്തി പകൽ കുറഞ്ഞിട്ടുണ്ട്. രാവിലെ നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റിൻ്റെ ശക്തിയും കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ മണ്ണിടിച്ചിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്യാപ് റോഡിൽ ഉൾപ്പെടെ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. മരങ്ങളും വീണ് കിടപ്പുണ്ട്. അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടരുകയാണ്. ദേവികുളം LP സ്കൂളിൻ്റെ പ്രവേശന കവാടത്തിന് സമീപത്താണ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ ഒരു സ്ഥലം. അത് ഇതുവരെയും നീക്കിയിട്ടില്ല. ഇത് എന്ന് സംഭവിച്ചതാണ്? മിനിഞ്ഞാന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? രാത്രിയിലായതുകൊണ്ട് ക്ലാസ്സിലായിരുന്നു. ഇത് നീക്കുന്നില്ലേ? എന്താ? നമ്മൾ വില്ലേജിൽ അറിയിച്ചിട്ടുണ്ട്. നാളെ ചിലപ്പോൾ സ്കൂളുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നാളെ കുട്ടികൾ വരുമ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് വില്ലേജ് ഓഫീസിലൊന്ന് കത്ത് കൊടുക്കാൻ വേണ്ടി പോകണം. സാറ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ഡ്യൂട്ടികൾ ഉള്ളതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഉടനെ ചെയ്യുമായിരിക്കും. മറ്റു സ്ഥലങ്ങളിൽ വലിയ നിയന്ത്രണങ്ങളൊന്നും നിലവിൽ ഇല്ല. രാത്രികാല യാത്രാ നിരോധനം നിലനിൽക്കുന്നുണ്ട്. അത് മാറ്റിയിട്ടില്ല ഇതുവരെയും. മൂന്നാറിൽ മഴയുടെ ശക്തി കുറഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ്. ഇടുക്കിയിൽ നിന്നും ടീം മാതൃഭൂമി ന്യൂസ്.